കോട്ടയം തിരുവഞ്ചൂരിൽ ആഭിചാരക്രിയയുടെ പേരിൽ യുവതി നേരിട്ടത് ക്രൂരപീഡനം. ദുരാത്മാക്കളെ ഒഴിപ്പിക്കാനെന്ന പേരിലാണ് കഴിഞ്ഞ നവംബർ 2-ന് യുവതിയെ 10 മണിക്കൂർ ആഭിചാരക്രിയയ്ക്ക് ഇരയാക്കിയത്. പൊള്ളലേൽപ്പിക്കുകയും മദ്യം കുടിപ്പിക്കുകയും ഭസ്മം കഴിപ്പിക്കുകയും ഒപ്പം ബീഡി വലിപ്പിച്ചതുമായാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ യുവതിയുടെ ജീവിത പങ്കാളിയും ഇയാളുടെ പിതാവും മന്ത്രവാദിയും അറസ്റ്റിലായിട്ടുണ്ട്. മന്ത്രവാദി പത്തനംതിട്ട പെരുന്തുരുത്തി മാടാച്ചിറ വീട്ടിൽ ശിവദാസ്, യുവതിയുടെ ജീവിത പങ്കാളി തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നേൽ അഖിൽദാസ്, ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട ക്രൂരമായ ആഭിചാരക്രിയയ്ക്കിടെ യുവതിയുടെ മുടിയിൽ മന്ത്രവാദി ആണി ചുറ്റി തറയിൽ തറച്ചു. ഇതോടെ മുടി മുറിഞ്ഞു പോയതായും യുവതി പറഞ്ഞു. മദ്യം നൽകി തുടർന്ന് ബീഡി വലിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ശരീരം പൊള്ളിച്ചതോടെ ബോധരഹിതയായതായും യുവതി പറഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു, നെറ്റിയിൽ പാട് കൊണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് അതിന് കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. എനിക്ക് ആ സമയത്ത് ഒരു ഓർമ്മ കഴിഞ്ഞു. അവരെന്നെ മദ്യം അടിച്ചെന്ന് പറഞ്ഞത്. ഞാൻ വെള്ളം അടിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ആ ഒഴിച്ചു തന്നതാണെന്ന് വെച്ചാൽ അവരാണ് എന്നോട് പറഞ്ഞത് ഞാൻ കുടിച്ചെന്ന്. പിന്നെ എനിക്കൊരു ഭസ്മമൊക്കെ തന്നു. മന്ത്രവാദിയെ വീട്ടിലെത്തിച്ച അഖിലിന്റെ മാതാവും കേസിൽ പ്രതിയാണെങ്കിലും ഒളിവിലാണ്. അമ്മയാണ് മന്ത്രവാദിയെ കൊണ്ടുവന്നതെന്നും വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് കാരണം 8 ദുരാത്മാക്കൾ ശരീരത്തിൽ ഉണ്ടെന്നും അമ്മ പറഞ്ഞതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. കോട്ടയം നാഗമ്പടം സ്വദേശിയായ പെൺകുട്ടി കഴിഞ്ഞ 3 വർഷമായി അഖിലുമായി ഇഷ്ടത്തിലായിരുന്നു. ഇരു വീട്ടുകാർക്കും വിവാഹത്തിന് താൽപര്യക്കുറവില്ലായിരുന്നെങ്കിലും മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം ദോഷമുണ്ടെന്ന് പറഞ്ഞ് വിവാഹം നീട്ടിവെച്ചു. എന്നാൽ വീട്ടുകാരുടെ സമ്മതത്തോടെ യുവതിയെ അഖിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അഖിലിന്റെ മണർകാട്ട് 4 മണിക്കാറ്റിന് സമീപമുള്ള വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു എന്നാണ് വിവരം. അടുത്ത ദിവസം വിവാഹം രജിസ്റ്റർ ചെയ്യാനിരിക്കെയാണ് അമ്മയുടെ സഹോദരിയുടെ അടക്കം 8 ദുരാത്മാക്കൾ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്നും ഇതുമൂലം വഴക്ക് ഉണ്ടാകുന്നതെന്നും പറഞ്ഞ് ആഭിചാരക്രിയ നടത്തിയതെന്നും യുവതി പറഞ്ഞു. ഉച്ചത്തിൽ പാട്ടുവെച്ച ശേഷമായിരുന്നു ആഭിചാരക്രിയ നടത്തിയത്. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന അഖിൽദാസിന്റെ സഹോദരി പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു. ഇത് പിന്നീട് ഡിലീറ്റ് ചെയ്തുവെങ്കിലും ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പീഡനത്തിന് ഇരയായ യുവതിയുടെ കാലിൽ ചുവന്ന പട്ട് കെട്ടിയിരിക്കുന്നതായും ആഭിചാരക്രിയകൾ നടത്തിയതായും കണ്ടെത്തിയത്. കുഴപ്പക്കാരൊന്നും ഇതുവരെ അറിവില്ല. ഇങ്ങനെ സംഭവം നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലെത്തിയപ്പോൾ യുവതിയുടെ മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.